അഫ്സ്പ പൂർണ്ണമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ. അടുത്ത വർഷത്തോടെ 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് സായുധ സേന പ്രത്യേക അധികാര നിയമം പൂർണ്ണമായി പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. വടക്ക് കിഴക്കൻ മേഖലയുടെ 80% ഭാഗത്ത് നിന്ന് അഫ്സ്പ ഇതിനകം നീക്കം ചെയ്തു കഴിഞ്ഞുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഇത് സമാധാനം തിരിച്ചെത്തിയതിന്റെ സൂചനയാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വടക്ക് കിഴക്കൻ മേഖലയിലെ 1-2 സംസ്ഥാനങ്ങൾ ഒഴികെയുള്ളിടങ്ങളിൽ നിന്ന് സായുധസേന പ്രത്യേക അധികാര നിയമം പൂർണ്ണമായി പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. सपा की परिधि छोटी होना वो अपने आप में शांति का परिचय है और मुझे पूरा विश्वास है एकाध राज्य छोड़कर 2 राज्य छोड़कर हम अगले साल पूरे नॉर्थ ईस्ट से अफसपा को समाप्त कर देंगे और आज भी 80% से ज्यादा नॉर्थ ईस्ट का क्षेत्र अफसपा से मुक्त हो गया है. आज देश के विकास के लिए, नॉर्थ ईस्ट की समृद्धि के लिए, नॉर्थ ईस्ट के विकास के लिए और एक प्रकार से आत्मनिर्भर भारत की संकल्पना को मजबूत करने के लिए बहुत महत्वपूर्ण दिन है. സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന ഈ നിയമം പിൻവലിക്കുന്നത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. അസം, നാഗാലാൻഡ് സർക്കാരുകളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കവെയാണ് അമിത്ഷാ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. അസം, നാഗാലാൻഡ് അതിർത്തിയിലെ തർക്കപ്രദേശങ്ങളിൽ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ സംയുക്തമായി പര്യവേക്ഷണം ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയാണ് ത്രികക്ഷി കരാർ. ജനം, ഡൽഹി.